അനന്തമായ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് കാലം അതിന്റെ യാത്ര തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാമോ? ആകാശഗംഗയുടെ നിഗൂഢമായ ചുഴികളിൽ മേടം രാശിയുടെ തുടക്കത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രമുണ്ട്, അശ്വതി. ഇതൊരു വെറും നക്ഷത്രമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ തുടുപ്പാണ്, ചൈതന്യത്തിന്റെ ആദ്യത്തെ സ്ഫുരണമാണ്. ജ്യോതിഷത്തിന്റെ ലോകത്ത് അശ്വതിയെക്കുറിച്ച് പലതും എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആഴക്കടലിലെ മുത്തുകൾ പോലെ ഇന്നും പുറം ലോകത്തിന് അജ്ഞാതമായ ചില കാണാപ്പുറങ്ങൾ ഈ നക്ഷത്രത്തിനുണ്ട്. നക്ഷത്ര സമൂഹത്തിലൂടെയുള്ള ഒരു യാത്ര വെറുമൊരു ഗ്രഹനില വിശകലനമല്ല, അത് നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ്. 27 നക്ഷത്രങ്ങളുടെ നിരയിൽ ഒന്നാമനായി അശ്വതി നിൽക്കുമ്പോൾ അതിനു പിന്നിൽ പ്രപഞ്ചം കാത്തുവച്ച വലിയൊരു പദ്ധതിയുണ്ട്. എന്തുകൊണ്ടാണ് അശ്വതിക്ക് കുതിരയുടെ തല എന്ന അടയാളം ലഭിച്ചത്? വെറുമൊരു വേഗതയുടെ സൂചനയാണോ ഇത്? അതോ അടക്കിപ്പിടിച്ച വന്യതയുടെയും അചഞ്ചലമായ പ്രയാണത്തിന്റെയും രഹസ്യമാണോ? പലപ്പോഴും അശ്വതി നക്ഷത്രക്കാരെ നാം കാണുന്നത് മുൻകോപികളായോ അല്ലെങ്കിൽ അമിതമായി വെമ്പൽ കൊള്ളുന്നവരായോ ആണ്. എന്നാൽ ആ കഠിനമായ പുറന്തോടിനുള്ളിൽ പ്രപഞ്ചം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അശ്വിനി ദേവന്മാരുടെ പവിത്രമായ രോഗശാന്തി ശേഷിയാണ്. മറ്റാരും പറയാത്ത, ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പലപ്പോഴും സൂചിപ്പിക്കാത്ത അശ്വതിയുടെ വിസ്മയകരമായ ആത്മീയ വശങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിത്. മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് അശ്വതിയെ വേറിട്ട് നിർത്തുന്ന ആ മാന്ത്രിക വിഭജനം എന്താണ്? ഈ നക്ഷത്രത്തിന്റെ അധിപനായ കേതു എങ്ങനെയാണ് അശ്വതിക്കാരെ ഒരേ സമയം ഭൗതിക ലോകത്തെ വിജയികളും ആത്മീയ ലോകത്തെ സന്യാസികളുമാക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ളവർ അശ്വതിയെക്കുറിച്ച് പറഞ്ഞ കഥകൾ മാറ്റിവെക്കാം, നമുക്കിതിന്റെ വേരുകൾ തേടി പോകാം. സൂര്യപുത്രന്മാരായ അശ്വിനി ദേവന്മാരുടെ ജനന രഹസ്യം മുതൽ ആധുനിക മനുഷ്യന്റെ മനഃശാസ്ത്രത്തിൽ ഈ നക്ഷത്രം ചെലുത്തുന്ന സ്വാധീനം വരെ നാം ഇവിടെ വിശകലനം ചെയ്യുന്നു. പ്രപഞ്ചം ശൂന്യതയിൽ നിന്ന് ചൈതന്യത്തിലേക്ക് ഉണർന്ന നിമിഷത്തിന്റെ അടയാളമാണ് അശ്വതി. ജ്യോതിഷ ചക്രത്തിലെ മേടം രാശിയുടെ 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങുന്ന ഈ നക്ഷത്രം തുടക്കങ്ങളുടെ ഊർജമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അശ്വതി ഇത്രയേറെ സവിശേഷമാകുന്നത്? എന്ത് മാന്ത്രികതയാണ് ഈ കുതിരത്തല അടയാളമായ നക്ഷത്രത്തിനുള്ളത്? അശ്വതി നക്ഷത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഇത് കേവലം ഒരു നക്ഷത്രമല്ല, പ്രണയത്തിന്റെയും സഹനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും കഥയാണ്. സൂര്യഭഗവാന്റെ പത്നിയായ സമ്യയ്ക്ക് സൂര്യന്റെ അമിതമായ ചൂട് സഹിക്കാനായില്ല. അവൾ തന്റെ തണലായ ഛായയെ സൂര്യന്റെ അടുക്കൽ നിർത്തിയിട്ട് ഒരു പെൺകുതിരയുടെ രൂപം ധരിച്ച് ഭൂമിയിൽ തപസ് ചെയ്യാൻ പോയി. സത്യം തിരിച്ചറിഞ്ഞ സൂര്യൻ ഒരു ആൺകുതിരയുടെ രൂപം ധരിച്ച് സമ്യയെ തേടിയെത്തി. ആ ചൈതന്യവത്തായ സമാഗമത്തിൽ നിന്ന് ജനിച്ചവരാണ് അശ്വിനി ദേവന്മാർ. ദേവന്മാരുടെ വൈദ്യന്മാരായ ഇവർ തന്നെയാണ് അശ്വതി നക്ഷത്രത്തിന്റെ അധിപന്മാർ. അശ്വതി നക്ഷത്രക്കാർക്ക് മൃഗസമാനമായ ചടുലതയും ദൈവതുല്യമായ രോഗശാന്തി ശേഷിയും ഒരേ സമയം ലഭിക്കുന്നത് ഈ ജനന രഹസ്യം മൂലമാണ്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു വന്യതയുണ്ട്, എന്നാൽ അത് ലോകത്തെ സുഖപ്പെടുത്താനുള്ള കരുണയായി കലർന്നിരിക്കുന്നു. അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പുറം ലോകം പറയുന്നത് അവർ മുൻകോപികളാണെന്നാണ്. എന്നാൽ അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ആരും കാണാറില്ല. അശ്വതി നക്ഷത്രക്കാർക്ക് എത്ര പ്രായമായാലും അവരുടെ മനസ്സിലൊരു കുട്ടിത്തം അവശേഷിക്കും. അവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം. ഈ തിടുക്കം പലപ്പോഴും മറ്റുള്ളവർക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുമെങ്കിലും ലോകത്തിന് പുതിയ ആശയങ്ങൾ നൽകുന്നത് ഈ വെമ്പലാണ്. അശ്വിനി ദേവന്മാർ വൈദ്യന്മാരായതിനാൽ ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ വേദനകൾ വേഗത്തിൽ തിരിച്ചറിയും. എന്നാൽ സ്വന്തം വേദനകൾ ആരോടും പറയാതെ ഉള്ളിലൊളിപ്പിക്കാൻ ഇവർ മിടുക്കരാണ്. സ്വന്തം മുറിവുകൾ സ്വയം ഉണക്കാൻ വിധിക്കപ്പെട്ടവരാണിവർ. ഒരു കുതിരയെ കെട്ടിയിടാൻ കഴിയാത്തതുപോലെ അശ്വതിക്കാരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർ വിപ്ലവം സൃഷ്ടിക്കും. അവർക്ക് വഴികാട്ടികളെയാണ് ഇഷ്ടം, യജമാനന്മാരെയല്ല. ഇവർ പ്രകൃതിദത്തമായ ഹീലിംഗ് പവർ ഉള്ളവരാണ്. വൈദ്യശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ പോലും ഒരു അശ്വതി നക്ഷത്രക്കാരൻ സ്പർശിച്ചാലോ അല്ലെങ്കിൽ അവർ ആശ്വസിപ്പിച്ചാലോ മറ്റുള്ളവരുടെ മാനസിക വിഷമം കുറയുന്നത് കാണാം. ഇവരുടെ കൈപുണ്യം പ്രസിദ്ധമാണ്. കൃഷിയിലായാലും പാചകത്തിലായാലും ചികിത്സയിലായാലും ഇവരുടെ സാന്നിധ്യം ഗുണഫലങ്ങൾ നൽകുന്നു. അശ്വതി നക്ഷത്രക്കാരുടെ പ്രണയം കുതിരയുടെ വേഗത പോലെയാണ്, പെട്ടെന്ന് സംഭവിക്കുന്നു. എന്നാൽ പങ്കാളി തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയാൽ അവർ അകലം പാലിക്കും. ഇവർക്ക് വേണ്ടത് തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെയല്ല, മറിച്ച് തങ്ങളുടെ വേഗതയ്ക്കൊപ്പം ഓടാൻ കഴിയുന്ന ഒരാളെയാണ്. കാർക്കശ്യക്കാരനായ പങ്കാളി വന്നാൽ അശ്വതിയുടെ ജീവിതം ഒരു തടവറ പോലെയാകും. ഏതൊരു നക്ഷത്രത്തിനും ഒരു ഇരുണ്ട വശമുണ്ട്. അശ്വതിയുടെ പ്രധാന പോരായ്മ പൂർത്തിയാക്കാത്ത കാര്യങ്ങളാണ്. ഏറ്റവും വലിയ ആവശ്യത്തോടെ കാര്യങ്ങൾ തുടങ്ങുമെങ്കിലും പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കാനുള്ള പ്രവണത ഇവർക്കുണ്ട്. ഇത് മറികടക്കാൻ അവർക്ക് ശനി നക്ഷത്രക്കാരുടെ സഹകരണം തേടുന്നത് ഗുണകരമാകും. കാരണം അശ്വതിയുടെ വേഗതയ്ക്ക് ശനിയുടെ അച്ചടക്കം അത്യാവശ്യമാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ഭൂമിയിലേക്ക് വരുന്നത് പഴയ ജന്മത്തിലെ പാതിവഴിയിൽ ഉപേക്ഷിച്ച ചില കർമ്മങ്ങൾ തീർക്കാനാണ്. കേതു അധിപനായതിനാൽ ഇവർക്ക് ആത്മീയമായ ഒരു വശം എപ്പോഴും ഉണ്ടാകും. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും എന്തിനാണ് ഇതെല്ലാം എന്നൊരു ചോദ്യം ഇവരുടെ ഉള്ളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും.
ലോകത്തിന് പുതിയ വഴിവെട്ടി തെളിക്കുക എന്നതാണ് ഇവരുടെ നിയോഗം. മേടം രാശി തലയെ സൂചിപ്പിക്കുന്നു. അതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് തലവേദന, ഉറക്കമില്ലായ്മ എന്നിവ സാധാരണയായി കണ്ടുവരുന്നു. അമിതമായി ചിന്തിക്കുന്നത് ഇവരുടെ തലച്ചോറിനെ തളർത്തും. കുതിരയെ പോലെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പേശിവേദനകളും സാധാരണമാണ്. അനുകൂലമായ നിറം ചുവപ്പ്, മഞ്ഞ. ആരാധനാമൂർത്തി ഗണപതി, സൂര്യൻ. രത്നം വൈഡൂര്യം. അശ്വതി നക്ഷത്രം നമ്മോട് സംവദിക്കുന്നത് പരിവർത്തനത്തിന്റെ ഭാഷയിലാണ്. സൂര്യപുത്രന്മാരായ അശ്വനി ദേവന്മാരിൽ നിന്ന് ലഭിച്ച ആയുർവേദത്തിന്റെ കുലീനതയും കേതു എന്ന ജ്ഞാനകാരകനിൽ നിന്ന് ലഭിച്ച ആത്മീയമായ ഉൾക്കാഴ്ചയും ഈ നക്ഷത്രത്തെ ഒരു അത്ഭുതമാക്കുന്നു. മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് അശ്വതിയെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ അപൂർണതയിലെ പൂർണ്ണതയാണ്. ഒരു വശത്ത് കുതിരയെപ്പോലെ വന്യമായ വേഗതയും മറുവശത്ത് ലോകത്തിന്റെ വേദനകൾ ഒപ്പിയെടുക്കുന്ന വൈദ്യന്റെ കരുണയും. ഈ വൈരുദ്ധ്യമാണ് അശ്വതിയുടെ സൗന്ദര്യം. ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അവർ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുന്നു എന്നതാണ്. ഇരുട്ടിലൂടെ ആദ്യം നടന്നു പോകുന്നവന് മാത്രമേ വെളിച്ചം എവിടെയാണെന്ന് കണ്ടെത്താനാകൂ. അശ്വതി നക്ഷത്രക്കാർ ആ പ്രകാശവാഹകരാണ്. ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അവരെ തളർത്താനല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ അശ്വതി കൂടുതൽ കരുത്തനാക്കാനാണ് പ്രകൃതി ഒരുക്കുന്നത്. പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്ന ഏകാന്തത പോലും കേതുവിന്റെ ഒരു സമ്മാനമാണ്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി തന്നിലേക്ക് തന്നെ നോക്കാനും ഉള്ളിലെ ജ്ഞാനത്തെ തൊട്ടുണർത്താനുമുള്ള ഒരു നിശബ്ദമായ വിളി. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ ശാന്തരായി കാണപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടാകും. സ്നേഹം കൊടുത്താൽ ഇരട്ടിയായി തിരികെ നൽകുന്ന ഇവർ വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും. തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാണ്. എന്നാൽ തങ്ങളെ എതിർക്കുന്നവരോട് ക്ഷമിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല. പ്രതികാര ബുദ്ധി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. കുടുംബത്തോട് അതിയായ സ്നേഹവും കടമയും ഇവർക്കുണ്ടാകും. എന്നാൽ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് അർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ തിരികെ ലഭിക്കാത്തതിന്റെ ദുഃഖം ഇവർ അനുഭവിക്കാറുണ്ട്. സ്വന്തം കഴിവുകളെക്കുറിച്ച് ഇവർക്ക് നല്ല മതിപ്പുണ്ടായിരിക്കും. ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിച്ച് സാവധാനമാണെങ്കിലും കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കും. ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഏകദേശം 30 വയസ്സുവരെ ഇവർക്ക് ക്ലേശമായിരിക്കും. എന്നാൽ അതിനുശേഷം സ്ഥിരതയും ഉയർച്ചയും കൈവരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ജീവിത വിജയം നേടുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. തിളങ്ങുന്ന കണ്ണുകളും ആകർഷകമായ സംസാര ശൈലിയും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു. മധുരമായി സംസാരിച്ച് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട്. സഹനശക്തിയും ശുദ്ധമായ മനസ്സും ഇവരുടെ ഗുണങ്ങളാണ്. ഇവർ ആധുനികമായ ജീവിതശൈലി ഇഷ്ടപ്പെടുമ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുകയും പാരമ്പര്യത്തെ മാനിക്കുകയും ചെയ്യും. ഭരണപരമായ കാര്യങ്ങളിൽ ഇവർക്ക് നല്ല കഴിവുണ്ടാകും. സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇവർ താല്പര്യം കാണിക്കും. മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിനും ഇവർ കൂട്ടുനിൽക്കുകയില്ല. സ്നേഹിക്കുന്നവരോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്നവരാണിവർ. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരോ ഈ നക്ഷത്രത്തിന്റെ സ്വാധീന വലയത്തിലോ ഉള്ളവരോ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ വേഗത ലോകത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മരുന്നാവണം. നിങ്ങളുടെ പ്രവൃത്തികൾ പുതിയ പാതകൾ വെട്ടിത്തെളിക്കണം. ക്ഷമ എന്നത് അശ്വതിക്ക് ഒരു ബാലികേറ മലയാണെന്ന് തോന്നാം. എന്നാൽ ആത്മസംയമനം ശീലിക്കുന്ന ഒരു അശ്വതി നക്ഷത്രക്കാരന് ഈ പ്രപഞ്ചത്തിൽ അസാധ്യമായി ഒന്നുമില്ല. നാം തേടിയ ഈ കാണാപ്പുറങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒറ്റ കാര്യമാണ്. അശ്വതി ഒരു നക്ഷത്രമല്ല, അതൊരു ഊർജമാണ്. തളർന്നു വീഴുന്നിടത്തു നിന്ന് എഴുന്നേറ്റോടാൻ പ്രേരിപ്പിക്കുന്ന, മുറിവേറ്റവനെ തലോടി സുഖപ്പെടുത്തുന്ന, മരണത്തെ പോലും വെല്ലുവിളിച്ച് ജീവന്റെ അമൃത് തേടിപ്പോകുന്ന അശ്വിനി ദേവന്മാരുടെ അതേ വീര്യം. അശ്വതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ഇത് മുൻകോപത്തിന്റെയോ എടുത്തുചാട്ടത്തിന്റെയോ നക്ഷത്രമല്ല, മറിച്ച് കാലത്തിന്റെ നെറ്റിയിൽ ചാർത്തിയ ജ്ഞാനത്തിന്റെ തിലകക്കുറിയാണ്. അശ്വതി നക്ഷത്രക്കാരൻ എന്നതിൽ അഭിമാനിക്കുക. കാരണം നിങ്ങൾ പ്രപഞ്ചം ആദ്യമായി ചൊല്ലിയ മന്ത്രത്തിന്റെ പ്രതിധ്വനിയാണ്. നിഗൂഢതകളുടെ ആ കവാടം നിങ്ങൾക്കായി തുറന്നു കിടക്കുന്നു. കുതിരവേഗത്തിൽ ആ ജ്ഞാനത്തിലേക്ക് കുതിക്കുക.